ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദുവിനെ കരാട്ടയും കളരിയൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഗോവിന്ദൻ ദേവയാനിയോട് പറയുന്നത്. നന്ദുവിനെ ഗർഭിണിയായിരുന്ന സമയത്ത് കനകയും മക്കളുമായിട്ട് ഗോവിന്ദൻ സിനിമ കാണാൻ പോയിരുന്നു. അന്ന് കുറേ പേര് കനകയെ ശല്യം ചെയ്തു. അതിൻ്റെയൊക്കെ പേരിൽ കേസും വഴക്കും ഒക്കെ ആയി. പിന്നെ ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവർ വീണ്ടും കനകയും ഞങ്ങളെയൊക്കെ ശല്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്, ഇനി ഉണ്ടാകുന്നത് ആണായാലും പെണ്ണായാലും അവനെയാണേലും കളരിയും ഇതുപോലുള്ള എല്ലാ ആയോധന കലകളും പഠിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇവളെ കുംഫുവും കരാട്ടയും എല്ലാം പഠിപ്പിച്ചെടുത്തതെന്നൊക്കെ പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അത് നല്ലതാണ്, എന്തായാലും പെൺപിള്ളേർ ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കുന്നത് നന്നായില്ലേ, ഇപ്പോൾ അതുകൊണ്ട് അത് ഉപകാരപ്പെട്ടെന്നൊക്കെ നയനയും ഉടനെ പറയും. അതുകൊണ്ട് ക്യാമ്പിലിപ്പം ഫസ്റ്റ് ഇവളെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവളുടെ അടി കാണാൻ വളരെ ഭംഗിയാണ് എന്നൊക്കെ നയന പറയുന്നുണ്ട്. നവ്യം പറയും, ശരിയാ, ഇവൾ നന്നായിട്ട് ആണുങ്ങളെയൊക്കെ അടിക്കും എന്നൊക്കെ പറയും. ഉടനെ നയന പറയും, അത് ശരിയാ, കോളേജിൽ ചേച്ചിയെ ശല്യം ചെയ്യുന്ന പൂവാലന്മാരുടെ കാര്യമെല്ലാം വന്ന് ചേച്ചി ഇവളോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഇവളെ കൊണ്ട് അവരെ തല്ലിക്കുകയാണ് ചേച്ചിയുടെ മെയിൻ പരിപാടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അനി വിളിച്ചതനുസരിച്ച് പുറത്തേക്ക് പോകാനായിട്ടാണ് ഉദ്ദേശിച്ച് ഇറങ്ങി വരുന്നത്. പക്ഷേ ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്ന കാണുമ്പോഴത്തേന് എങ്ങനെ ഇറങ്ങി പോകാനാണെന്ന് ഓർത്ത് നന്ദു ഉടനെ തിരിച്ചങ്ങ് പോകും. നന്ദു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല ബോൾഡായ പെൺകുട്ടിയായിരുന്നു. ഇപ്പം അനിയായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇവൾ ഇങ്ങനെയൊക്കെ ആയത്, എന്ത് ചെയ്യാനായി എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോഴത്തേന് ദേവയാനി പറയും, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഇതൊക്കെ അറിയേണ്ട സമയത്ത് അറിയാഞ്ഞ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അത് ശരിയാ, അനിയുടെ കല്യാണത്തിൻ്റെ അന്ന് അവൾ ആകെ ഡെസ്പായിരുന്നു, ആകെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. അവൾ ഹോസ്പിറ്റലിലായ സമയത്ത് ഞാനും ആദർശേട്ടനുമാണ് ഹോസ്പിറ്റലിലേക്ക് പോയി നിന്നത്. ആ സമയത്ത് എല്ലാവരും ഞങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾക്കിതൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി പോയിരുന്നു. അതെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ നയന ദേവയാനിയോട് പറയുന്നുണ്ട്. അത് ശരി, അതെല്ലാം എനിക്കറിയാം. അന്ന് പക്ഷേ നിങ്ങൾ അത് മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെല്ലാവരുടെ കൂടി ഈ കല്യാണം നടത്തി തന്നേനെ. ഇവരൊന്നിക്കുകയില്ലായിരുന്നോ? ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇവർ ഇനി വീണ്ടും അടുക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാമെന്നൊക്കെ ദേവയാനിയും പറയും. നന്ദുവിനെ നോക്കിയിരുന്നു മടുത്ത് കഴിയുമ്പോഴത്തേന് അനി അവസാനം വണ്ടി എടുത്തുകൊണ്ട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അന്നേരം മുറ്റത്തോട്ട് വണ്ടി കയറ്റി കഴിയുമ്പോഴാണ് ദേവയാനിയുടെ കാർ അവിടെ കിടക്കുന്നത്. എന്താ വല്യമ്മ ഇവിടെ, വല്യമ്മയുടെ കാറിലേക്ക് കിടക്കുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് ഗ്രൗണ്ടിൽ പോയി നിൽക്കുകയാണ്. അന്നേരം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എന്തായിരിക്കും വല്യമ്മ ഇഷ്ടമില്ലാത്ത മരുമോടെ വീട്ടിൽ എപ്പോഴും വന്ന് നിൽക്കുന്നത്, എന്താണെന്ന് കാര്യമൊന്നും അറിയണമല്ലോ. വല്യമ്മയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവൾ ഫോൺ എടുക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ആദർശ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഹാളിലിരിക്കുകയാണ്. ആ സമയത്ത് ജയൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ജയൻ ചോദിക്കും, എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കും. എടാ, അമ്മ ഇന്നും എന്നോട് പറയാതെ അമ്പലത്തിൽ പോയെന്ന് പറയും. അത് അമ്മ അമ്പലത്തിലൊന്നും പോയതല്ല അച്ഛാ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അമ്മ നമ്മുടെ കണ്ണ് മൂടിക്കെട്ടി പലതും ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഒന്ന് തുറന്നു പറയണം. അതുകൊണ്ട് അച്ഛൻ ചെറിയച്ഛനെ വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തോട്ട് വാ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറയും. സീരിയസ് ആണോടാ നിൽക്കും. അത് സീരിയസാ, അതുകൊണ്ട് ചെറിയമ്മ അറിയണ്ട എന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് പോകും. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തോട്ട് വന്നിട്ട് ജയൻ പറയുന്നുണ്ട്, അച്ഛാ ഇവന് എന്തൊക്കെ പറയണമെന്നുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് വന്നെന്ന് പറയും. എനിക്കറിയാമായിരുന്നു അവൻ എന്തോ പറയാനുണ്ടെന്ന്, മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന കാര്യം എന്തായാലും അവൻ പറയട്ടെ എന്ന് പറയും. അപ്പോൾ അജയനും അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നമ്മളുടെ എല്ലാം ആഗ്രഹമല്ലായിരുന്നോ അമ്മയും നയനയുമായിട്ട് സ്നേഹിക്കുക എന്നുള്ളത്? ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച കാര്യമല്ലേ, അത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം പറയും, അത് നടക്കില്ലെന്ന് ആര് കണ്ടു, അവർ രണ്ടുപേരും സ്നേഹത്തിലായി, അത് നമ്മളോട് പറഞ്ഞേ ഇല്ല. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അമ്മ പുറത്തേക്ക് പോകുന്നു ആരോടും പറയാതൊക്കെ. ആ സമയത്തൊക്കെ അമ്മ പോയിരുന്നത് നയനയുടെ വീട്ടിലേക്കായിരുന്നു. നയന എന്നോട് ഇത് പറഞ്ഞില്ല. നയനയ്ക്ക് ഈയിടെ ഒരു അവാർഡ് കിട്ടിയില്ലേ, അത് അമ്മയുടെ കൂട്ടുകാരിയല്ലേ ഒപ്പിച്ച് കൊടുത്തതൊക്കെ, അത് അമ്മ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കിട്ടിയത്. അത് അമ്മ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് ശരിയാ, അന്ന് നയന അവാർഡ് മേടിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പം എന്തൊരു ബഹളമായിരുന്നു ഏട്ടത്തി ഇവിടെ കിടന്ന്, അവരുടെ കൂട്ടുകാരിക്ക് പ്രശ്നം ഉണ്ടാകും, നാണക്കേടാകും എന്നൊക്കെ പറഞ്ഞല്ലേ ഇവിടുന്ന് ബഹളം വെച്ച് പോയെന്ന് വയ്ക്കും. അതെ, പുറത്തെല്ലാവരുടെ മുമ്പിൽ അമ്മായിമ്മയും മരുമോളും അലമ്പും അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേന് സന്തോഷത്തോടു കൂടി അമ്മായിമ്മയും മരുമോളുമായിട്ട് നടക്കുന്നുവല്ലേ എന്നൊക്കെ അജയനും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാ,
പക്ഷേ അന്ന് ആ ഫംഗ്ഷനോട് കൂടി അമ്മായിമ്മയും മരുമോളും ഒന്നിച്ചു. അതിൽ പിന്നെ അവർ ഭയങ്കര സ്നേഹത്തിലാണ്. പക്ഷേ അമ്മ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഒരു ചമ്മലുണ്ടായിരിക്കുമല്ലോ, അത്രയ്ക്കല്ലേ അമ്മ നയനെ അങ്ങനെ വെറുക്കുന്നതൊക്കെ അഭിനയിച്ചിരുന്നത്. അതുപോലെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നയനയ്ക്ക് എന്നോട് ഇത് പറയാമായിരുന്നല്ലോ, നയന പറയാഞ്ഞത് എനിക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ആദർശ് പറയും. അത് പിന്നെ മോനെ, നമ്മളാണേലും ദേവയാനിക്ക് നയന കരൾ കൊടുക്കുന്ന കാര്യം വരെ മറച്ചു വെച്ചിട്ട് എന്തെല്ലാം ആ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇത് അങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോയെന്നൊക്കെ ചോദിക്കും. അത് അമ്മ അവളുടെ കരൾ സ്വീകരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളായിരുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞത്. അല്ലാതെ നമ്മളിങ്ങനെ ഒരു കള്ളം നമ്മളാണേലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. നയന ഈ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അതെനിക്ക് പൊറുക്കാൻ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ എന്നൊക്കെ ആദർശ് പറയും. പിന്നെ എന്തായാലും ഇത് വിട്ട് കളയുന്നതല്ലേ നല്ലതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇനി അവൾ ചെയ്ത തെറ്റെന്താണെന്ന് അവൾ തന്നെ മനസ്സിലാക്കണം. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു കാര്യം പോലും ഞാൻ അവളിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമായിരുന്നു എൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചത് എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം എൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന് പറയും. എന്തായാലും ഇനി നീ തന്നെ തീരുമാനിക്കുന്നത്, നിൻ്റെ ജീവിതമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ ഒപ്പം നിന്നോളാമെന്ന് മുത്തശ്ശനും പറയും. ആദർശ് പോയി കഴിയുമ്പോഴത്തേനും ജയൻ പറയുന്നുണ്ട്, അച്ഛാ എന്തൊക്കെയായാലും ഇത് അവൻ്റെ ജീവിതമല്ലേ, നമ്മളായിട്ട് അതിനകത്ത് കയറി ഒരഭിപ്രായവും പറയാൻ പോകണ്ട. അവർ തമ്മിൽ അതൊക്കെ പറഞ്ഞു തീർക്കട്ടെ. അവർ തമ്മിലുള്ള സ്നേഹം അവർ തമ്മിൽ തന്നെ പറഞ്ഞു തീർക്കണം. അതുകൊണ്ട് നമുക്കിതിലൊന്നും ഇടപെടണ്ട കേട്ടോ എന്ന് പറയും. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, ശരിയാ മോനെ, അവർ തമ്മിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് സ്നേഹിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് അവൻ്റെ ഒപ്പം നിൽക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജലജ ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി സൗന്ദര്യമൊക്കെ നോക്കി രസിച്ചിരിക്കുന്ന സമയത്താണ് അനാമിക പുറത്തേക്ക് പോകാനായിട്ട് വരുന്നത്. മോളെ നീ എവിടെ പോകുമെന്ന് ചോദിക്കും. ഞാൻ പുറത്തോട്ട് പോവുക, ഞാനൊന്ന് പുറത്തോട്ട് വരട്ടെ നിൻ്റെ കൂടെ എന്ന് അനിയോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അവന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഇഷ്ടമുള്ളവരെയൊന്നും കാണാനൊന്നും പറ്റത്തില്ലല്ലോ. അത് കാരണം ഈ വീട്ടിലിങ്ങനെ മൂടി കുത്തിയിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ പുറത്തോട്ട് പോവുക, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്തു പോവും. പിന്നെ ഞാൻ എന്ത് സന്തോഷത്തോടെയാണെന്നറിയാം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇവിടെ വന്നതോടുകൂടി എൻ്റെ സമാധാനം മൊത്തം പോയി. എന്നെ അവന് വേണ്ടെങ്കിൽ അവനെ എനിക്കും വേണ്ട. ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നുണ്ട് അനാമിക. അന്നേരത്തേന് ജലജ ചോദിക്കുന്നുണ്ട്, മോളെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, അതൊരു ജീവിതമാണോ എന്നൊക്കെ. ഇന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ, ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതമേ മുരടിച്ച് പോകും. അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങാനും പോയേക്കുക എന്ന് പറഞ്ഞ് അനാമിക അങ്ങ് ഇറങ്ങിപ്പോകും. അത് കാണുമ്പോൾ ജലജയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അവരുടെ കുടുംബ ജീവിതവും വെള്ളത്തിലായല്ലോ, അവൾ താമസിയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും എന്നോർത്ത് സന്തോഷിച്ച് ചിരിച്ചു നിൽക്കുകയാണ് ജലജ. അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കി നിന്ന് മടുത്തു. അവസാനം മനസ്സിൽ ഓർക്കുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റത്തുള്ളൂ, കാണാതെ പോയാൽ എനിക്ക് ഉറക്കം വരത്തില്ല. അവളെ അവരെല്ലാവരോടും കൂടി പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും അവൾക്ക് വരാൻ പറ്റാത്തതെന്നൊക്കെ. ആ സമയത്ത് നന്ദു ഇങ്ങനെ അനിയെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലിരിക്കുമ്പോഴത്തേന് ദേവയാനി അങ്ങോട്ട് കയറി വരും. എന്നിട്ട് മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അല്ലേ, നീ പോകുന്ന കാര്യത്തിൽ ഈ വീട്ടിൽ ഇത്രയും സങ്കടം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. എന്തായാലും മോള് പോയിട്ട് വാ, മോള് എത്രയും പെട്ടെന്ന് SI നിന്ന് CA ആകും, പിന്നെ ഉയർന്ന പോസ്റ്റിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മോക്ക് അത് കഴിയുമ്പോൾ ഞങ്ങൾ നല്ല ചെറുപ്പക്കാരെ കല്യാണം കഴിപ്പിച്ച് തരും കേട്ടോ എന്നൊക്കെ പറയും. അന്നേരത്തേന് നന്ദു പറയുന്നുണ്ട്, എനിക്ക് കല്യാണമൊന്നും വേണ്ടമ്മേന്ന്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല മോളെ, നീ ഇങ്ങനെയൊക്കെ മാറി മാറി പറയുമ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് അനി നിൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ലെന്ന്. നീ എന്തായാലും ക്യാമ്പിലേക്ക് പോവല്ലേ, അതുകൊണ്ടാണ് ഒരു സമാധാനം ഉള്ളതെന്നൊക്കെ പറയും. ഞാൻ ക്യാമ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അനിയെ കാണാനൊന്നും പറ്റത്തില്ലല്ലോ അമ്മായി എന്നൊക്കെ പറയും. അന്നേരം പറയുന്നുണ്ട് ദേവയാനി, അതാണ് ഞങ്ങളുടെ ആകെയുള്ള ആശ്വാസം. അതുകൊണ്ട് മോള് ഇതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട, ഞങ്ങൾ പറഞ്ഞതെല്ലാം മനസ്സിലുണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട്. അനി പക്ഷേ അവസാനം അങ്ങ് തീരുമാനിക്കുകയാണ്, എന്തൊക്കെയായാലും അവരുടെ വീട്ടിലോട്ട് കയറി ചെന്നിട്ടാണെങ്കിലും അവളെ കാണണം. പിന്നെ അത് തന്നെയല്ല, വലിയമ്മ എന്തിനാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നതെന്നും അറിയാമല്ലോ എന്ന് പറഞ്ഞ് വണ്ടിയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഹെൽമെറ്റ് ഊരി അവിടെ വെച്ചിട്ട് പറയും, ഞാൻ ഹെൽമെറ്റും വെച്ചുകൊണ്ട് പോകേണ്ട, കള്ളനെ പോലെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിനകത്തോട്ട് കയറി ചെല്ലും. അനിയെ കണ്ടു കഴിയുമ്പോഴത്തേന് ആ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങ് ഞെട്ടലാകുകയാണ്. അന്നേരം നയന് ചോദിക്കുന്നുണ്ട്, എന്താ അനി ഇവിടെയെന്ന്. നാളെ നന്ദു പോവല്ലേ, ആ സമയത്ത് അവളെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറയും. ബാക്കിയുള്ളവരെല്ലാവരും എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അകത്തുനിന്ന് നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷിച്ച് ചിരിച്ചൊക്കെ ഇറങ്ങി വരികയാണ് ദേവയാനി. അത് കാണുന്നുണ്ട് അനി. അന്നേരം അനിക്കാകെ ഒരു അത്ഭുതമായിപ്പോയി, ഇതെന്താ ഇങ്ങനെയെന്ന്. അന്നേരം തിരിഞ്ഞു വരുമ്പോഴത്തേനാണ് ദേവയാനി കാണുന്നത് അനി അവിടെ നിൽക്കുന്നത്. വെട്ടിലായല്ലോ എന്നോർത്തിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ദേവയാനി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.